അഞ്ജു, അവിടെ എന്താണ് അഞ്ജു സംഭവിക്കുന്നത്? സേതു, മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലാണ് BJP പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കും. വാർത്ത നൽകിയത് ഞങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നത് പോലീസാണ്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവെച്ചത്. അത് കേട്ടിട്ടാണ് ഈ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് നിൽക്കുന്നത്. എന്തായാലും പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ്, ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. തിരുവനന്തപുരത്ത് നഗരത്തിൽ നമുക്കറിയുന്ന പോലെ വലിയ തരത്തിൽ BJPയുടെ എല്ലാ സമരങ്ങളിലും ഉണ്ടാകുന്ന ഒരു ജനകീയ മുഖമായിട്ടുള്ള ഒരു നേതാവാണ്. ആ നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ ഉയരും. ഇത്തരത്തിൽ എന്താണ് കാരണമെന്ന് അണികൾക്കുൾപ്പെടെ അറിയത്തില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വരുന്ന വിവരങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുന്നത്. പക്ഷേ ഈ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരുടെ തലക്കുൾപ്പെടെ അടിക്കുന്നു, അവരെ മർദ്ദിക്കുന്നു, പിടിച്ചുന്തി മാറ്റുന്നു. ഇതൊക്കെയാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല. ആരാണോ ക്യാമറയും മൈക്കുമായി ഇവിടെ നിൽക്കുന്നത് അവരെ മുഴുവൻ ആക്രമിക്കുന്ന സ്ഥിതിയാണ്. പക്ഷേ മറ്റ് BJP പ്രവർത്തകർ തന്നെ അത് പിടിച്ചു മാറ്റുന്ന സാഹചര്യവുമുണ്ട്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ കൈവിട്ട കളിയാണ് ഇവിടെ കളിക്കുന്നത്. ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണോ ഈ പ്രതിഷേധം? അങ്ങനെയല്ല സേതു. അതായത് ഇതിനുള്ളിൽ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ട്. ഇത്തരത്തിൽ വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ്. ഒരുപക്ഷെ അവർ തെറ്റിദ്ധരിച്ചിരിക്കാം. ഇതിനുള്ളിൽ അതായത് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് ഈ പണം നിക്ഷേപിച്ച ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അത്തരത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് വലിയ മാനസിക പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് തനിക്കതിൽ കരകയറാൻ പറ്റുന്നില്ല എന്ന സാഹചര്യം. ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അടുത്തുള്ള അനുയായികളോട് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെ 8:30 അദ്ദേഹത്തെ ഈ കൗൺസിലർ ഓഫീസിന് താഴെ കാണുന്നത്. അതിനുശേഷം പിന്നീട് 9:00 മഞ്ജു എന്ന് പറഞ്ഞ മറ്റൊരു കൗൺസിലർ എത്തി ഈ വാതിൽ തുറക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ആണ് എന്താണ് സംഭവിച്ചത് എന്ന് അണികൾക്കും ഒപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾക്കും മറ്റാളുകൾക്കും ഒന്നും അറിയുന്നില്ല. അതിൽ വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയത് ഒരു സൂയിസൈഡ് നോട്ടാണ്. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തന്നെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വലിയശാല ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടാണ്. അതിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വലിയ തരത്തിലുള്ള ഒരു മനോവിഷമം അദ്ദേഹം ആ കുറിപ്പിൽ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ എന്തിനാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിക്കുന്നത് എന്നാണ് വ്യക്തമല്ലാത്തത്. കാരണം ഈ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അതാണ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നുള്ള കാര്യം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അത് പോലീസ് ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ അറിയത്തില്ല. ഇപ്പോൾ ലഭിച്ച ഈ വിവരങ്ങൾ മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ ഫിംഗർ പ്രിന്റ് വിഭാഗം ഉൾപ്പെടെയുള്ള ഫോറൻസിക് സംഘം ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തുകയാണ്. ആ പരിശോധന നടത്തി മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. സത്യമാണ്, BJPയുടെ എല്ലാ പ്രതിഷേധങ്ങളിലും ഒരു മുഖമായിട്ടുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? നേരത്തെ VV രാജേഷിന്റെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. മറ്റ് ജില്ലയിലെ BJP നേതാക്കൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? BJPയുടെ എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, എല്ലാവരുമുണ്ട്. അവർക്ക് വിഷമമുണ്ട്. കാരണം അത്രയും അതായത് അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നേ വരെ ഒരു ആരോപണം അത്തരത്തിൽ ഉയർന്നു കേട്ടിട്ടില്ല. വലിയ തരത്തിൽ ആളുകളോട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ സമരമുഖത്തിലും BJPക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകളോട് അങ്ങനെയുള്ള ഒരു കൗൺസിലർ കൂടിയാണ്. ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയൊക്കെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും മനസ്സിലാകും. അത് തന്നെയാണ് ഇവിടെ കാണുന്ന അണികളിലും നമുക്ക് മനസ്സിലാകുന്നത്. ആ വാർത്ത അറിഞ്ഞ് എത്തിയ ആളുകളാണ്. BJP പ്രവർത്തകരായിട്ടുള്ളവരും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തന്നെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം വരെ കണ്ട തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്തിനേത് ചെയ്തു എന്ന ആശങ്ക തന്നെയാണ് എവർക്കുമുള്ളത്. അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടതും. എന്തായാലും നിലവിൽ കിട്ടിയിട്ടുള്ളത് ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, അതുമായി ഉയർന്നു വന്നിട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതൊക്കെ കൃത്യമായി പോലീസ് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. സേതു, ഈ വർഷങ്ങളായിട്ട് ഈ പറയുന്ന സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് അനിൽകുമാർ എന്ന് മനസ്സിലാകുന്നു. അപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധി അവിടെയുണ്ട്. ഈ പലരും ഈ എടുത്ത ലോൺ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നേരത്തെ അനിൽകുമാർ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നില്ലേ അഞ്ജു?
സേതു, ഇത്തരത്തിൽ ബാങ്ക്, അതായത് ഈ വലിയശാല ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ FD ഇട്ടവരുടെയൊക്കെ തുക അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി, ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളോടൊക്കെ സൗമ്യമായി ഇടപഴകുന്ന, വലിയ തരത്തിൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു സ്ഥിതിവിശേഷം ഉള്ളതിൽ തന്നെ പരാതിക്കുമ്പോൾ അതിന് എന്തു പറയണം എന്നുള്ളത് അഞ്ജുലേക്ക് വരാം. അഞ്ജു, ഓഡിയോ കട്ടാവുന്നുണ്ട്. അഞ്ജു പറയുന്ന പലതും കേൾക്കാൻ പറ്റുന്നില്ല. അഞ്ജുവിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ തിരുമല കൗൺസിലർ ഓഫീസിന്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഈ മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കുന്നുണ്ട്. താഴെയും മുകളിലും, അതായത് കൗൺസിലറുടെ ഓഫീസിനുള്ളിലും പുറത്തുമൊക്കെ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നു. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും ഇറക്കി വിട്ടു. പുറത്തിറങ്ങിയും പുറത്തും പ്രതിഷേധമുണ്ട്. പൂജപ്പുര പോലീസ് വലിയ രീതിയിൽ അവിടെ കാവലൊരുക്കിയിട്ടുണ്ട്.